മലയോരവാണി, നാട്ടിലെ നല്ല വർത്തമാനം. മലയോരവാണി റേഡിയോ ഓൺലൈൻ. ഇന്ന് 2020 ഒക്ടോബർ 13 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 16 മണി കഴിഞ്ഞ് 1 മിനിറ്റും 9 സെക്കൻഡും. നാട്ടുവാർത്തകൾ വായിക്കുന്നത് ജെയിംസ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂർ ജില്ലയ്ക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായി. മികച്ച നടനുള്ള പുരസ്കാരം സുരാജ് വെഞ്ഞാറമൂടിന് നേടിക്കൊടുത്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയുടെ സംവിധായകൻ പയ്യന്നൂർ സ്വദേശി രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. രണ്ടാമത്തെ മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മനോജ് ഖാന സംവിധാനം ചെയ്ത കെഞ്ചീര എന്ന ചിത്രമാണ്. ചായില്യം, അമീബ എന്നീ സിനിമകളിലൂടെ നേരത്തെ തന്നെ ശ്രദ്ധേയനായ മനോജ് ഖാന അരവഞ്ചാൽ സ്വദേശിയാണ്. മികച്ച ഛായാഗ്രാഹകൻ, മികച്ച വസ്ത്രാലങ്കാരം എന്നീ പുരസ്കാരങ്ങളും കെഞ്ചിരയ്ക്കാണ്. പെരിങ്ങോം വയക്കരയിൽ ഇന്ന് 21 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 113 പേരാണ് പങ്കെടുത്തത്. 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. 11 പേരുടെ രോഗ ഉറവിടം കണ്ടെത്താനാകാത്തത് ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈസ്റ്റളേരിയിൽ ഇന്ന് 13 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചിറ്റാരിക്കാൽ വെച്ച് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുൾപ്പെടെ നിലവിൽ 24 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് നടത്തിയ പരിശോധനയിൽ വെസ്റ്റലേരി സ്വദേശിയായ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി തോമസ് തോട്ടത്തിൽ ഉൾപ്പെടെ 25ഓളം പ്രവർത്തകർ PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. മാമച്ചൻ കരോട്ട്, ജോസ് ഇളപ്പുങ്കൽ, മാത്യു തിരുവങ്കുന്നേൽ, റോബർട്ട് പുത്തമ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവരാണ് കേരള കോൺഗ്രസ് ബി വിട്ടത്. കേരള കോൺഗ്രസ് എം ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോസഫ് മുള്ളമ്മയുടെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിച്ചു. നേതാക്കളായ ജോയി ജോസഫ്, AC പൌലോസ്, സാബു വെള്ളിമുഴയിൽ, ജോസ് പുറഞ്ചിറ, ജോയി സെബാസ്റ്റ്യൻ, ജോർജ് മുള്ളൻമട, പ്രിൻസ് പുഞ്ചക്കുന്നേൽ എന്നിവരും പങ്കെടുത്തു. നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. മലയോരവാണി, നാട്ടിലെ നല്ല വർത്തമാനം.